കർക്കിടക മാസത്തിൽ ആരോഗ്യത്തിനായി കഴിക്കുന്ന ഇലക്കറികളാണ് പത്തിലകൾ. ഇവയിൽ ലഭ്യമായ ഏതെങ്കിലും 10 ഉപയോഗിക്കാം. വീഡിയോയിൽ കാണുന്നതിൽ ആദ്യത്തേത് പുളിയാറില. ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ ശമനത്തിന് ഇത് ഉപയോഗിക്കാം. ഹാർട്ട് ഷേപ്പിലുള്ള 3 ഇലകളോട് കൂടി കാണപ്പെടുന്നു. ഇതിന്റെ വിത്ത് തൊടുമ്പോഴേ തെറിച്ചു വീണ് വീണ്ടും പുതിയ തൈകൾ ഉണ്ടാവുന്നു. മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന വിത്ത് മുതൽ വേര് വരെയുള്ള മുഴുവൻ ഭാഗവും ഉപയോഗിക്കാം. കേരളത്തിൽ എല്ലായിടത്തും തന്നെ കാണപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് ചെറുള. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്തു കളയുന്നതിനും വൃക്കരോഗങ്ങൾ തടയുന്നതിനും ഫലപ്രദം. മൂത്രാശയ രോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കുന്നു. ദശപുഷ്പങ്ങളിൽ ഒന്നാണിത്. വെള്ള നിറത്തിൽ നിലംപറ്റി വളരുന്ന ഒരു ഔഷധ സസ്യമാണ് തഴുതാമ. തഴുതാമയുടെ ഇലയും ഇളം തണ്ടും ഉപയോഗിക്കുന്നു. പനി, പിത്തം, ചുമ എന്നീ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നു. തഴുതാമ സമൂലമായി ഔഷധങ്ങളിൽ ഉപയോഗിക്കാം. അടുത്തത് പൊന്നാങ്കണ്ണി ചീര. ഔഷധ സസ്യമാണ്. ഇത് കണ്ണിന്റെ ആരോഗ്യത്തിനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും മറ്റു പല രോഗങ്ങൾക്കും ഉത്തമമാണ്. ഇതിൽ ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ എ, ബി, സി എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അടുത്തത് മുത്തിൽ, കുടങ്ങൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇത് നാഡികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി കൂട്ടാനും ഒക്കെ ഇത് സഹായിക്കുന്നു. ഇത് രക്തസമ്മർദ്ദം, വാതം, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്കും നല്ലതാണ്. കൂടാതെ സന്ധിവാതത്തിന് ശമനമുണ്ടാക്കുന്നു. ചർമ്മരോഗങ്ങൾ തടയാനും ഇത് വളരെ നല്ലതാണ്. ഇതിൽ കാണുന്ന ബ്രഹ്മി ഒരു ഔഷധ സസ്യമാണ്. തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ബ്രഹ്മി കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരേപോലെ നൽകാൻ സാധിക്കുന്ന ഒരു മരുന്ന് കൂടിയാണ്. തമിഴ്നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒത്തിരി ഗുണങ്ങളോട് കൂടിയ മണത്തക്കാളിയുടെ ഇലയും പത്തിലയുടെ കൂട്ടത്തിൽ ഉപയോഗിക്കാം. ഇതൊക്കെ കൂടാതെ കോവലിന്റെ ഇല, ചേമ്പിന്റെ ഇല, പയറിന്റെ ഇല, മത്തന്റെ ഇല, കുമ്പളത്തിന്റെ ഇല ഇവയൊക്കെ ഉപയോഗിക്കാം.